അത് ഞാൻ വേറെ പത്രസമ്മേളനം നടത്തി പറഞ്ഞോളാം കേട്ടോ. രാവിലെ എന്തൊരു കുത്തിത്തിരിപ്പാ ചങ്ങാതി. രാവിലെ എങ്ങനെ ഇത് കഴിയുന്നത്? ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അല്ല, രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അഞ്ജനയുടെ കേസ് എന്തായി? ഒരു പെൺകുട്ടിയുടെ ശബ്ദ മറുപടി അല്ല, ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്ത് അഞ്ജനയുടെ കേസ് എന്തായി? അത് ഞാൻ പറയട്ടെ പറഞ്ഞു. അല്ല, രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ, അല്ല നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി കേൾക്കാൻ താല്പര്യമല്ലോ. ആശമാരുടെ സമരത്തെ പറ്റി പറയാം. നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക താല്പര്യം ഉണ്ടെന്നറിയാം. അതുകൂടെ അല്ല, ഞാൻ ചൂടായില്ല, കൂളാണ്. അയ്യോ എന്റെ പോലീസ് രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക ശമ്പളം ഉണ്ട്. അല്ല, നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ ചങ്ങാതി? അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCCയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അല്ല, ഞാൻ അറിഞ്ഞില്ല, സ്വാഭാവികം അല്ല എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തിത്തിരിപ്പൊന്നും നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. അത് വിടാം. നമസ്കാരം. ഒരു ദിവസത്തെ ശമ്പളം ഇന്ത്യയിലെ ശരാശരി കൂലിയായ 700 രൂപയെങ്കിലും കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാവും പകലും മഴയത്തും വെയിലത്തും സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ തുടരുന്ന സമരം സമാപിപ്പിച്ചിരിക്കുന്നു. സർക്കാർ പിണറായി വിജയൻ എന്ന മുഖ്യ ഭരണാധികാരിയുടെ ധാർഷ്ട്യം തന്നെയാണ് 262 ദിവസത്തോളമായി നീളുന്ന ആശാ വർക്കർമാരുടെ സമരത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു ഒത്തുതീർപ്പും ഉണ്ടാക്കാതെ ഇങ്ങനെ അവരെ പൊരിവെയിലത്തും മഴയത്തും നിർത്തി കൊണ്ടുപോയത്. ഒരു കാരണവശാലും ആശാ വർക്കർമാരുടെ മുന്നിൽ ഒരു അനുരഞ്ജനമില്ല എന്ന തരത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനും നിലകൊണ്ടത്. ചർച്ചകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പലവട്ടം വിളിച്ചെങ്കിലും ഒരു കാരണവശാലും അനുരഞ്ജനത്തിൽ എത്തിച്ചേരാൻ ഇവർ തയ്യാറായിരുന്നില്ല. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല, അത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരപ്പന്തലിലെത്തിയ എല്ലാ മന്ത്രിമാരും സംസാരിച്ചത്. അല്ല എങ്കിൽ ഈ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എല്ലാ മന്ത്രിമാരും സംസാരിച്ചത്. ആശാ വർക്കർമാരുടെ സമര പന്തലിൽ ആദ്യകാലത്ത് അവർക്ക് ആശ്വാസം പകരുവാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. മഴ നനഞ്ഞു നിന്ന ആശാ വർക്കർമാരുടെ സമരത്തിൽ മഴ നനഞ്ഞു നിന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിച്ചത്. കാരണം ആശാ വർക്കർമാരായ അമ്മമാർ മഴ നനഞ്ഞ് സമരം ചെയ്യുമ്പോൾ ഞാൻ കുട ചൂടി നിന്ന് പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മഴയത്ത് അവർക്കൊപ്പം മഴ നനഞ്ഞു നിന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് സംസാരിച്ചത്. ഇന്നിപ്പോൾ ആശാ വർക്കർമാരുടെ ഓണറേറിയം സർക്കാർ 1000 രൂപ കൂട്ടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ സമരപ്പന്തലിലേക്ക് എത്തുകയായിരുന്നു. സമരം സമാപിക്കുന്നതിന്റെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ എത്തുകയായിരുന്നു. 1000 രൂപ കൂട്ടിയതുകൊണ്ട് ആശാ വർക്കർമാരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല. എന്നാൽ 1000 രൂപ പോയിട്ട് 1 രൂപ പോലും കൂട്ടാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല, ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എങ്ങനെയാണ് ആശാ വർക്കർമാർക്ക് ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPMന്റെയും തന്ത്രം തന്നെയാണ്. എന്തായാലും ആശാ വർക്കർമാരോടൊപ്പം എന്നും താൻ നിൽക്കുമെന്നും ആശാ വർക്കർമാരുടെ സമരത്തിൽ തനിക്ക് വൈകാരികമായി ഒരു പങ്കുണ്ട് എന്ന് തന്നെയാണ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. കാരണം താൻ MLA എന്ന രീതിയിൽ ആദ്യമായി നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ആശാ വർക്കർമാരുടെ ഓണറേറിയം സംബന്ധിച്ചുള്ള കാര്യത്തിന് വേണ്ടിയായിരുന്നു. ആശാ വർക്കർമാർക്ക് വേതനം കൂട്ടി നൽകുന്നതിന് വേണ്ടിയാണ് താൻ ആദ്യമായി നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പൊതിയുന്ന തരത്തിലാണ് ആശാ വർക്കർമാർ ഓടിയെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് കൈ പിടിച്ച് അവർ ചുംബിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തെ കെട്ടിപ്പിടിക്കുന്നു. ഈ സന്ദർഭത്തിൽ സമരപ്പന്തലിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമരപ്പന്തൽ വിട്ടുപോയി എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വെടിപ്പോടുകൂടി പൊടിപ്പും തങ്ങലും വെച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമം രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി മുതിരുന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു പീഡനകഥ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിൽ പറഞ്ഞു കേട്ട അല്ലെങ്കിൽ പുറത്ത് പ്രചരിച്ചിരുന്ന ഓഡിയോ ക്ലിപ്പിലെ പെൺകുട്ടിയെ കുറിച്ചാണ് ആ മാധ്യമം പറഞ്ഞു തുടങ്ങിയത്. പൊടിപ്പും തൊങ്ങലും വെച്ച് എല്ലാ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്ന ആ മാധ്യമത്തിന്റെ റിപ്പോർട്ടർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നത്. ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് മാറി നിൽക്കാൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ മഴയത്തും പൊരിവെയിലത്തും
200 ദിവസമായി സമരം ചെയ്യുന്ന അമ്മമാരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്, അല്ലാതെ നിങ്ങളുടെ ഇക്കിളി കഥകൾക്ക് മറുപടി പറയാൻ വേണ്ടിയല്ല എന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ റിപ്പോർട്ടറോട് തുറന്നടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആശാ വർക്കറുമായി സംവദിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ വക്താക്കളുമായി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. രാവിലെ എന്തൊരു കുത്തിത്തിരിപ്പാ ചങ്ങാതി. രാവിലെ എങ്ങനെ ഇത് കഴിയുന്നത്? ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അല്ല, രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? ഒരു പെൺകുട്ടിയുടെ ശബ്ദ സംരക്ഷണം വന്നിട്ട് അതിനൊരു മറുപടി രാഹുൽ അല്ല, ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്ത് അഞ്ജനയുടെ കേസ് എന്തായി? ഇത് പറയും രാഹുൽ. അത് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. അല്ല, രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ. അല്ല, നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി കേൾക്കാൻ താല്പര്യമല്ലോ. ആശമാരുടെ സമരത്തെ പറ്റി പറയാം. നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക താല്പര്യം ഉണ്ടെന്നറിയാം. അതുകൂടെ അല്ല, ഞാൻ ചൂടായില്ല, കൂളാണ്. അയ്യോ എന്റെ പോലീസ് രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക ശമ്പളം ഉണ്ട്. അല്ല, നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ ചങ്ങാതി? അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCCയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അല്ല, ഞാൻ അറിഞ്ഞില്ല, സ്വാഭാവികം അല്ല എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തിത്തിരിപ്പൊന്നും നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. അത് വിട. ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1000 രൂപ പോലും കൂട്ടാൻ കഴിയില്ല, കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ്, കേന്ദ്രമാണിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ 1000 രൂപ കൂട്ടിയത് കൊണ്ട് എല്ലാം ആയി എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം അന്നേരം കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 260 രൂപയോ മറ്റോ ആണ് ആശാ വർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് വരുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ?